അസ്സലാമു അലൈക്കും. സാബിത്താന്റെ ബ്ലോഗിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എൻ്റെ മുത്തുമണിയാക്കെല്ലാം സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്ത ഇന്ന് വന്നത് എന്തിനാ നിങ്ങൾ അറിയാം? വളരെ സന്തോഷം നിറഞ്ഞ കാര്യം പറയാനാണ് വന്നത്. കാരണം ഞമ്മക്കാരും ഒരു പൈസയും തരത്തൊന്നുമില്ലല്ലോ മക്കളെ. ഇന്ന് പൈസയും കൊണ്ടല്ലേ വന്ന സാബിത്ത. എൻ്റെ മക്കളെ വാരിയും കോരിയല്ലേ പൈസ കൊടുക്കുന്നേ. ഇതെന്നാ സാബിത്ത നിങ്ങൾക്ക് ഇത്രക്കാരും പൈസ ഇങ്ങനെ കൊടുക്കുകയെന്നറിയും. എൻ്റെ മക്കളെ വളരെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോസാണ്. ഫോട്ടോ എടുത്ത് ഞാൻ എടുക്ക്. ആയിക്കോട്ടെ. അങ്ങനെ മക്കളെ നിങ്ങളറിയാം, വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മക്കാരൊരു പൈസയും കാര്യം നമ്മക്കാരും തീർത്തൊന്നുമില്ല. എന്നാൽ ഇതാ മക്കളെ, ഞാൻ ജാഥ വിളിച്ചിട്ടില്ല. വിജയിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. ലോറിക്കാരിട്ട് തുള്ളിയ എനക്കൊരു പാർട്ടിയൊന്നും ഇല്ല മക്കളെ. ആരാ ജയിച്ച പോലെ പിന്നാലാൻ പോകും, അത് വേറെ വിഷയം. നമുക്കെല്ലാവരും ഒരുപോലെയാണ്, ഒരേ ചുവന്ന ചോര. എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവരാ നമ്മൾ കൂടുതൽ സ്നേഹിക്കും, നമ്മളെ സഹായിക്കുന്നവരോട് നമ്മൾ കൂടുതൽ അടുക്കും. അങ്ങനെയാണല്ലോ. അല്ലാണ്ട് നമ്മക്കെന്ത്, വിരൽ മുറിച്ചാൽ ഒരേ ചുവന്ന ചോര അതേ നമ്മക്കുള്ളൂ. പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി വന്നെന്നാ എൻ്റെ മക്കളെ, ആദിക്ക് മറ്റേ എന്തെന്നേനു ചുവപ്പ് കാർഡുകാർക്ക് മറ്റേ മഞ്ഞ കാർഡുകാർക്കേനു 1000 ഉറുപ്പ്യ ഗവൺമെന്റ് കൊടുത്ത അന്നേരം ഞാനല്ല കുത്തിരിക്കാനിക്ക് എനക്ക് പൈസ ഇല്ലാലോ എന്ന് പറഞ്ഞിട്ടില്ല നമ്മക്ക്. എന്നാൽ ഇതാ സന്തോഷ വാർത്ത, നമ്മക്കെല്ലാവർക്കും ചടപടാന്നും പറഞ്ഞ് 3000 ഉറുപ്പ്യല്ലേ കിട്ടിയിരുന്ന. എൻ്റെ വളെ 3000 ഉറുപ്പ്യ കിട്ടിയ ഞമ്മക്ക് മാസത്തിൽ എന്തെല്ലാം വാങ്ങാം. നമ്മളെ ഗുളിക വാങ്ങാം, തലവേദന മരുന്ന് വാങ്ങാം, മൂക്കിൽ ഇട്ടിക്കുന്ന വാങ്ങാം, ഇങ്ങനെല്ലാം വാങ്ങണ്ടേ. പിന്നെ ചോറ് കഴിക്കേണ്ട, ഒരു റേഷൻ അരി തന്നെ തിന്നൊരു പൊന്നിയരി തിന്നാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊന്നിയരി തിന്ന. ഇങ്ങനെല്ലാം ഉള്ളതല്ലേ ഞമ്മക്കിന് 3000 ഉറുപ്പ്യല്ലേ. അപ്പൊ ഇപ്പം പ്രഖ്യാപിച്ച്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇപ്പം പ്രഖ്യാപിച്ച്. ഞാൻ വാർത്ത കേട്ടതാണ്. ഞാൻ വാർത്ത കേട്ടപ്പോ അത് നിങ്ങളിൽ കൂടി അറിയിക്കരുത്. എനിക്ക് മാത്രം മോനെ ഞാൻ കൊടുത്ത കോപ്പി റൈറ്റ് എല്ലാം വരും. എനിക്ക് കിട്ടിയാൽ മാത്രമല്ല പോരാ, ഞാൻ എന്തും ആഗ്രഹിക്കുന്ന എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിപ്പം വാർത്തയിൽ കേട്ടു മക്കളെ. ഞാൻ പറഞ്ഞില്ല, ആദ്യം നീ നിന്നോളി ആദ്യം മഞ്ഞ കാർഡിന് ചുവപ്പ് കാർഡിനാ കൊടുത്തുകൊള്ളും 1000 ഉറുപ്പ്യ. എന്നാലിപ്പം 3000 ഉറുപ്പ്യ ആക്കിക്ക് മക്കളെ. അത് വെള്ളക്കാർഡുകാർക്കും നീലക്കാർഡുകാർക്കുമുണ്ട്. 35 വയസ്സ് മുതൽ 60 വയസ്സ് എന്ന് പറഞ്ഞില്ലേ. അമ്മക്ക് 60 ആയില്ല. ആരോ ഉമ്മൂമ്മ ഉപ്പൂപ്പ എന്നെല്ലാം പറയുന്നല്ലേ. അമ്മക്കതൊന്നും ആയിക്കില്ല. അപ്പൊ ഈ തനക്കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു 28 കയറി വന്നവർ 30 തോന്നുന്നുള്ളൂ. അങ്ങനെ മക്കളെ, അങ്ങനെ ഇതാ ഞമ്മക്ക് നിങ്ങൾ ഇതെന്ന് പറയുന്ന സാബീത്ത, നിങ്ങൾ 3000 ഉറുപ്പ്യ എടുക്ക് സാബീത്ത എന്നിട്ട് പറയല് നിർത്ത്. ഞങ്ങൾ 3000 ഉറുപ്പ്യക്കല്ല കാത്തൂത്തിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയലാന്ന് പറയും. എന്നാ എൻ്റെ മളെ എനക്ക് വല്ലാത്ത സന്തോഷമായി. എന്ത്, ഞങ്ങളെ വെള്ളക്കാരുടെ ആകെ 2 കിലോ അരിയാ കിട്ടുന്ന. പ്രത്യേകം ഒന്ന് ഗവൺമെന്റ് കേൾക്കണേ. ഇവിടെ പുറ നിറച്ച ആളുമുണ്ട്. 2 കിലോ അരി. പിന്നെ എപ്പോഴെങ്കിലും 4 കിലോ അരി. ഈ പ്രാവശ്യം കിട്ടിയ 4 കിലോ, കഴിഞ്ഞ മാസം കിട്ടിയ 6 കിലോ, പിന്നെ അങ്ങനെ 2 കിലോ ഇങ്ങനെ കിട്ടലുള്ളൂ. തിന്നോ കുറേ ആളുണ്ട്. ഗവൺമെന്റ് ആകെ 2 തരുന്നുള്ളൂ വെള്ളക്കാർഡാന്ന് പറഞ്ഞിട്ട്. എന്നാൽ വെള്ളക്കാർഡുകാർക്ക് 3000 ഉറുപ്പ്യ കൊടുക്കുന്നത് നല്ല സന്തോഷമായി പോയി. ഞാൻ നാളെ തന്നെ അക്ഷയ പോകും. എന്തെല്ലാം അതിന് വേണ്ടിയ രേഖകൾ ഞാൻ കൊണ്ട് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കുന്നത്. ഞാൻ വെള്ളക്കാർഡുകാർത്തിയാണല്ലോ, ഞാനും കൊടുക്കും മക്കളെ. നിങ്ങൾ കേക്ക്, ഇത് ഞാൻ പറയുന്നല്ലേ, നമ്മളെ മന്ത്രി പറയുന്നല്ലേ, നമ്മളെ പുതിയ മന്ത്രി പറയുന്ന മക്കളെ. കിടക്കുന്ന മന്ത്രി അല്ല, മന്ത്രി. എന്റെ വളരെ സോറിയ. കേരളത്തിലെ 18 ലക്ഷം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പെൻഡിംഗ് തുക അക്കൗണ്ടിൽ എത്തിത്തുടങ്ങി. LDF സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയ പെൻഷൻ തുകയാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത്. വിധവ അല്ലാത്ത, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ കൊടുത്തിരുന്നു. 1000 രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ വരുന്നത്. ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പേര് മാറ്റി
മാറ്റുന്നു. പുതിയ പേര് വീട്ടമ്മ പെൻഷൻ എന്നാണ്. തുക 1000 രൂപയിൽ നിന്ന് 3000 രൂപ ആക്കുന്നു. പ്രായം 35 നിന്നും 18 വയസ്സാക്കുന്നു. ഈ മാറ്റം 2026 ജൂലൈ 1 മുതൽ നടപ്പാക്കും. LDF സർക്കാരിന്റെ കാലത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തുക മുടങ്ങിയിരുന്നു. 2026 മെയ് 20 മുതൽ ഈ കുടിശ്ശിക കൊടുത്തു തുടങ്ങും. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് വരുന്നത്, പിന്നെ സഹകരണ ബാങ്ക് വഴി വീട്ടിൽ കൊണ്ടുവരും. ജൂൺ 15 മുമ്പ് 18 ലക്ഷം പേർക്കും കൊടുത്തു തീർക്കുമെന്നാണ് സാമൂഹ്യനീതി വകുപ്പ് പറയുന്നത്. ജൂൺ 15 വന്നില്ലെങ്കിൽ 3 കാര്യം ചെയ്യണം. ഒന്ന്, പഞ്ചായത്തിൽ അന്വേഷിക്കുക. 2, ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 3-മത്തേത് വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ അടിച്ച് സ്റ്റാറ്റസ് നോക്കുക. പെൻഡിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ജൂലൈയിൽ നടക്കുന്ന പെൻഷൻ അദാലത്തിൽ പറഞ്ഞാൽ മതി. UDF പ്രകടന പത്രികയിൽ 11ാം വാഗ്ദാനമാണിത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 നിന്ന് 3000 ആക്കും. പേര് വീട്ടമ്മ പെൻഷൻ എന്നാക്കും. പ്രായം 35 നിന്ന് 18 ആക്കി കുറയ്ക്കും. ഇപ്പോൾ UDF ജയിച്ചപ്പോൾ ഈ അന്നേ നിങ്ങൾ വിധവകൾക്കാണോ പാവങ്ങൾക്കാണോ എന്നല്ലോ. ആന്നല്ല, ഇവളിപ്പം പറയൂ. ഞാൻ ആദ്യം വിചാരിച്ചുമാ ഇതെന്തിന്നാ ഇത് പാവങ്ങൾക്ക്. പാവങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ എത്രയോ പാവങ്ങളില്ലടോ പോലെ എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളും പാവങ്ങൾ തന്നെ. അങ്ങനല്ല, വിളിക്കുണ്ട്. ഇതാ നിങ്ങൾ വരല്ല മക്കളെ കുപ്പായൊന്നും ഇടാണ്ട് ഇതിനകത്ത് കേട്ടോ. നടപ്പിലാക്കും. 2026 ജൂൺ 15 UDFന്റെ ആദ്യ ബജറ്റ് വരും. ആ ബജറ്റിൽ വീട്ടമ്മ പെൻഷന് വേണ്ടി 6500 കോടി രൂപ മാറ്റിവെക്കും. 2026 ജൂലൈ 1 മുതൽ എല്ലാ മാസവും 3000 രൂപ കിട്ടിത്തുടങ്ങും. ജൂലൈ 1 ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്ന 18.18 ലക്ഷം സ്ത്രീകൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായി 3000 രൂപയായി മാറും. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട, പുതിയ ഡോക്യുമെന്റ് കൊടുക്കേണ്ട. ജൂലൈ 1 തന്നെ 3000 രൂപ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ 1000 രൂപയാണ് കിട്ടുന്നത്. ജൂലൈ മുതൽ 3000 രൂപ കിട്ടും. അതായത് മാസം 2000 രൂപ അധികം, വർഷം 24000 രൂപ അധികം ലഭിക്കും. ഈ തുക ഒരു കുടുംബത്തിന് വലിയ സഹായമാകും. ഇപ്പോൾ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നത്. UDF ഇത് 18 വയസ്സാക്കി കുറയ്ക്കുന്നു. 18 വയസ്സ് തികഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അപേക്ഷിക്കാം. വിവാഹം കഴിഞ്ഞവർക്ക് മാത്രമല്ല, അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ലഭിക്കും. പുതിയ നിയമങ്ങൾ പ്രകാരം 4 തരം റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിച്ചു തുടങ്ങും. ഒന്ന്, മഞ്ഞ കാർഡ്. 2-മത്തേത് PHH പിങ്ക് റേഷൻ കാർഡ്. 3-മത്തേത് NPS കാർഡ്, നീല നിറമാണ്. 4-മത്തേത് NPNS കാർഡ്, വെള്ള നിറം. ഈ 4 കാർഡിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കിട്ടിത്തുടങ്ങും. ഇതിൽ സർക്കാർ ജോലിയുള്ള കാർഡിലുള്ള എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കിട്ടിത്തുടങ്ങും. ഞാൻ ആദ്യം അല്ല അതിന് മൂലം ആദ്യം കൊടുത്ത കാര്യമാണ് പറഞ്ഞ. ആദ്യം ഇങ്ങനെ തീരെ പാവങ്ങൾക്കായിരുന്നു കൊടുത്തത്. മറ്റേ മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും മാത്രമാണ് കൊടുത്തതെന്നാ പറഞ്ഞത്. ഞാനത് കേട്ട് ഞാൻ പിന്നെ ഓലിക്ക് തന്നെ ആളീ പറയാം. നോക്കുമ്പോ നമ്മളെല്ലാം പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാ കൊടുക്കട്ടെ എൻ്റെ മുത്തുമണികൾ അറിയിച്ചേ തീരുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ മുത്തുമണികൾ അറിയിച്ചേ ഇത് വഴക്ക് തീരുള്ളൂ. എന്താ പൈസ അല്ലടോ വന്നിട്ടാ നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര സന്തോഷം. നിങ്ങൾ അറിയിക്കേണ്ട സന്തോഷമാണ് ഇത്. എനിക്ക് 3000 കിട്ടുന്ന സന്തോഷം നിങ്ങൾ അറിയിക്കേണ്ട സന്തോഷമാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങക്ക് കിട്ടണം എന്നുള്ള ഇത് വാർത്ത എല്ലാവരൊന്നും കണ്ടെന്നൊന്നും വരൂല. ഇങ്ങക്ക് കൂടി കിട്ടേണ്ടില്ല. ഞാൻ ഇത്തിരി എന്ന് പറയുന്നത് ഇതാ ആരൊക്കെ കിട്ടാത്ത നിങ്ങൾ നോക്കിക്കോ. ലഭിക്കുന്നതല്ല. സ്വകാര്യ ജോലിയുള്ളവർക്ക് ശമ്പളം മാസം 10,000 രൂപയിൽ കുറവാണെങ്കിൽ ലഭിക്കും. ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ലഭിക്കില്ല. വീട്ടമ്മമാർ, കൂലിപ്പണിക്കാർ, തൊഴിലുറപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ 18.18 ഗവൺമെന്റ് ജോലിയുള്ളോലിക്ക് കിട്ടൂല. മാസം 10,000 രൂപയെങ്കിലും ശമ്പളം വാങ്ങുന്നോലിക്ക് കിട്ടൂല. എനക്കൊന്നുമില്ല. ഞാനൊരു വീട്ടമ്മയാണ്. എനക്കൊന്നുമില്ല. എനക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇങ്ങൾക്കും കിട്ടും. ഇങ്ങൾക്ക് ഭൂരിപക്ഷാക്കും ജോലി ഇല്ലല്ലോ. പ്രത്യേക മുസ്ലിങ്ങൾക്ക് തീരെയും ജോലിയില്ല. മക്കളെ ഇതങ്ങൾ അപേക്ഷ കൊടുക്കണം അക്ഷയയില്. ഉടനെ നിങ്ങൾ എൻ്റെ ജില്ലക്കാർ, വടകര ജില്ലക്കാരെല്ലാം, ഏത് ജില്ലക്കാർ, ഇതിപ്പോൾ എൻ്റെ വടകര ജില്ലക്കാരറ്റാ കാണുന്നുള്ളൂ. സാബുറ ഇതെത്ര ജില്ലക്കാർ കാണുന്നുണ്ട്? അതൊരാള് എൻ്റെ മോളും വിളിക്കുന്നത്. ഇതേ ജില്ലക്കാരെല്ലാം കാണുന്നുണ്ട്. എല്ലാവരും ഉടനെ തന്നെ അക്ഷയയിൽ പോകും. നിങ്ങൾക്ക് എന്തെല്ലാം രേഖകളാ കൊടുക്കേണ്ടതെന്ന് ആടെ ചോദിച്ചാൽ മതി. എനക്കറിഞ്ഞൂടെ, ഞാൻ പോയിട്ട് ഇപ്പം അക്ഷയ ചോദിക്കണം. അങ്ങനെ വിട്ടാൽ പറ്റൂല. നമ്മക്ക് കിട്ടും. നമ്മക്ക് 3000 രൂപ നമ്മളെ ഗവൺമെന്റ് പേരാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. പ്രായം 18 ആക്കുമ്പോൾ പുതുതായി 12 ലക്ഷം പേർക്ക് കൂടി ഇത് ലഭിച്ചു തുടങ്ങും. ആകെ 30 ലക്ഷം സ്ത്രീകൾക്ക് മാസം 3000 രൂപ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായി ഇത് മാറും. LDFന്റെ കാലത്ത് മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്ക് മാത്രമാണ് 1000 രൂപ കൊടുത്തിരുന്നത്. നീലക്കാർഡ്, വെള്ളക്കാർഡുള്ള 8 ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് വലിയ പരാതിയായിരുന്നു. UDF ഈ വിവേചനം നിർത്തുന്നു. മഞ്ഞ പിങ്ക് NPS
ഹേ 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 UDF ഹേ ഹേ UDF ഹേ ഹേ. ഞാക്കാരാ പൈസ തരുന്നേ? ഞാക്ക് ഈ പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറഞ്ഞു. ഞാക്കാരാ പൈസ തരുന്നേ? ഞാക്കാരാ റേഷൻ പിടിക്കുന്ന സാധനം തരുന്നേ? ഓല കൂടെ തന്നെ ഞങ്ങൾ നിൽക്കുക. അതാരായാലും ശരിയില്ല. ഞങ്ങൾ UDF ഹേ ഹേ UDF ഹേ ഹേ. നല്ല രസമുണ്ട് കേട്ടാ. എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് കൊടുത്തിട്ടോ മക്കൾ, എല്ലാവരും കൊടുത്തിട്ടോട്ടാ. സന്തോഷം പറയുന്നത്. ഇനി ഇതിൽ വെള്ളക്കാടുള്ളവരുടെ കുടുംബ വരുമാനം വർഷം 1 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ അവർക്ക് ലഭിക്കും. പഞ്ചായത്തിൽ നിന്ന് ഇൻകം ഒരു കൊല്ലത്തിൽ 1 ലക്ഷം രൂപയാണെങ്കിൽ കുറവാണെങ്കിലാ. എനിക്കിപ്പം എത്രയാണോളി മാസത്തില് നോക്ക സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്താൽ മതി. 1 രൂപ പോലും ചെലവില്ലാതെ തന്നെ. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്നവർക്കും ഒന്നും ചെയ്യേണ്ടതില്ല. ജൂലൈ 1 മുതൽ ഓട്ടോമാറ്റിക് ആയിട്ട് 3000 ആയി മാറും. പുതിയ ഫോം ഫില്ല് ചെയ്യേണ്ട, പുതിയ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ട, ബാങ്കിൽ പോകേണ്ട. 18 വയസ്സ് മുതൽ ആദ്യം 1000 രൂപ വാങ്ങുന്നവര് പിന്നെ രണ്ടാമത്തേൽ ഒന്നും തിരുത്തണ്ട. അവർക്ക് ഓട്ടോമാറ്റിക്കുമ്പോൾ തന്നെ പണം 1000 ഉള്ളത് 3000 രൂപ ആയിട്ട് അങ്ങ് പോയിക്കോളും. പുതിയ എന്നെപ്പോലത്തെ ആൾക്കാരാണ് പുതിയ അപേക്ഷ കൊടുക്കേണ്ടത് കേട്ടാ. 35 വയസ്സ് വരെയുള്ള പുതിയ ആളുകൾക്ക് ജൂലൈ 1 മുതൽ അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്റേഴ്സിലോ പഞ്ചായത്തിലോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന് വേണ്ട പഞ്ചായത്തിലോ അക്ഷയയിൽ കൊടുങ്ങൾ പോയി കഴിഞ്ഞാൽ വേഗം ശരിയായിരിക്കും. ആടെ കൊടുക്കാൻ മതി എല്ലാ രേഖയും. റേഷൻ കാർഡ് അങ്ങ് എടുത്തോളെ പോകുന്നേരം. റേഷൻ കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം ആടുന്ന പോലെ ചോദിക്കും. അന്ന് എടുക്കാണ്ടൊന്നും പോണ്ട കേട്ടാ. ഞാനും എടുക്കും. ഒന്ന് ആധാർ കാർഡാണ്, 2 റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ 4 എണ്ണം സ്കാൻ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലേക്ക് പണം വരണ്ടേ? ഇതെല്ലാം പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങള്? അപ്ലോഡ് ചെയ്താൽ മതി. ഫീ ഒന്നുമില്ല, പൂർണ്ണമായും ഫ്രീ ആണ്. അപ്ലൈ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ സാങ്ഷൻ ആകും. അടുത്ത മാസം 1 നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ പിറ്റേത്തെ മാസം തന്നെ പൈസ പാസ്സാവും പോലെ. ഇതെന്തല്ല UDF ജയ് ജയ് UDF കീ ജയ്. 3000 രൂപ അക്കൗണ്ടിൽ വരും. ഉദാഹരണം ജൂലൈ 10 അപ്ലൈ ചെയ്താൽ ഓഗസ്റ്റിന് 3000 രൂപ ലഭിക്കും. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 27-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും. UDF ഇത് മാറ്റുന്നു. എല്ലാ മാസവും 1-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് 30 ലക്ഷം സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 3000 രൂപ വരും. മളെ 10 മണിക്ക് 30 ലക്ഷം സ്ത്രീകളെ അക്കൗണ്ടിലല്ലേ പണം. രാവിലെ തന്നെ കിട്ടിയ ഒരു കോണ, 10 മണിക്ക് തന്നെ കിട്ടിയ ഒരു കോണ. മക്കളെ പുളിയ വാണ്ടിയ പുളിയ അരി വാങ്ങേണ്ടി അരി വാങ്ങ. അല്ലാണ്ട് 10-12 മണിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടിയിട്ട് അരി വാങ്ങേണ്ട ആൾക്കാരുണ്ടാവൂല. മക്കളെ രാവിലെ തന്നെ 10 മണിക്ക് തന്നെ കയറി. എന്താ മക്കളെ UDF ജയ് ജയ് UDF ജയ് ജയ്. ഒന്നും വിചാരിക്കണ്ടേ നിങ്ങള്. ഞങ്ങൾ ആരാ സ്നേഹിക്കുന്നേ? ഞങ്ങൾ പോലെ സ്നേഹിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കും. അതേ ഉള്ളൂ. അല്ലാണ്ട് ഞമ്മക്കെല്ലാവരും ഒരേപോലെ തന്നെ. ഞായർ അല്ലെങ്കിൽ സർക്കാർ ഹോളിഡേ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള വർക്കിംഗ് ഡേയ്സിൽ പൈസ വരും. ഉദാഹരണം 2026 നവംബർ 1 ഞായറാഴ്ചയാണ്. അപ്പോൾ ഒക്ടോബർ 31 വെള്ളിയാഴ്ച 3000 രൂപ എത്തി തുടങ്ങും. ഇപ്പോൾ എന്റെ മേനെ ഞായറാഴ്ച ആണെങ്കിൽ, എന്റെ മളെ 1-ാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ അത് പിന്നെ പിറ്റേത്തെ ദിവസം തന്നെ അങ്ങ് കയറൂന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിക്കോളി. സ്ത്രീകൾക്ക് വീട്ടിൽ പെൻഷൻ കൊണ്ടുവരുന്നുണ്ട്. UDF ഇത് നിർത്തും. 100% പൈസയും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം വരും. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പഞ്ചായത്ത് വഴി സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തു കൊടുക്കും. ATM കാർഡും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 1 ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് നോക്കാം. 2 ആധാർ ബാങ്ക് ലിങ്ക് ഉണ്ടോ എന്ന് നോക്കാം. 3 മൊബൈൽ നമ്പർ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ 3 എണ്ണം ശരിയാണെങ്കിൽ ജൂലൈ 1-ന് 3000 രൂപ ലഭിച്ചു തുടങ്ങും. ഈ വീഡിയോ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കാം. ഈ വീഡിയോ എല്ലാ സ്ത്രീകളിലേക്ക് എത്തിക്കണം. അവള് പറയാം. അതാ ഞാൻ വീഡിയോസ് ചെയ്തേ. 30 ലക്ഷം സ്ത്രീകൾ അറിയേണ്ട കാര്യമാണ്. ജിയോ ഇറങ്ങിയാൽ ഉടനെ പുതിയ വീഡിയോ 30 ലക്ഷം സ്ത്രീകൾ അറിയേണ്ട കാര്യമാണിത്. അപ്പൊ 30 ലക്ഷം സ്ത്രീകളെ ഞാൻ അറിയിക്കുന്നത്. ഇത്ര നിങ്ങൾ ഷെയർ ചെയ്യണേ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് എനക്ക് മാത്രം കിട്ടിയാൽ മതി. ഞാൻ കണ്ടല്ലോ, ഞാൻ ആധാർ കൊടുക്കട്ടെ, അക്ഷയ പോട്ടെ, അങ്ങനെ വിചാരിക്കാറ്. എല്ലാവർക്കും കിട്ടണം എന്നുള്ള ചിന്ത ഇങ്ങക്ക് വേണേ. എല്ലാവർക്കും കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ ഇങ്ങക്ക് കിട്ടുള്ളൂ. എന്തും കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ നേമത്തും ബർക്കത്തും ഞമ്മക്ക് വേണമെങ്കിൽ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണേ. നല്ല കാര്യങ്ങളെന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ നേമത്തും ബർക്കത്തും ഉണ്ടാവും. ഇതിൽ പിന്നെ വയല് വേണ്ടിയില്ലല്ലേ? പോട്ടെ, വയല് വാങ്ങാണ്ടിട്ട് വയല് വാങ്ങി. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത്. എന്റെ മളെ പോട്ടെ. എന്നാ ഓക്കെ കേട്ടാ. എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരല്ല എന്നെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.
മക്കളെ UDF ഹേ ഹേ. ഓക്കെ.